ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായമാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ അധ്യായം വായിക്കണം, നിങ്ങൾ അധ്യായം ധ്യാനിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരമാവധി പ്രയോജനം കിട്ടൂ. ഈ അധ്യായത്തിലെ പഴയ നിയമ യഹൂദന്മാരുടെ ഇടയിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ലോ ഓഫ് എവിഡൻസ്, പീനൽ കോഡ്, IPC നമ്മൾ പറയുന്ന പോലെയുള്ളതായിരിക്കുന്ന കോഡുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊരു പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്നാണ്. 2 സാക്ഷികൾ മിനിമമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കേസ് സ്ഥാപിക്കണമെങ്കിൽ ഒരു സാക്ഷി മാത്രം പോരാ. ഒരു സാക്ഷിയുമില്ലാതെ വാദിയും പ്രതിയും കൂടെ അത് പോരാ. പിന്നെ സാക്ഷികൾ വേണം. കേട്ടവരും കണ്ടവരും, ഈ പ്രവൃത്തി കണ്ടവരും വാക്കുകൾ കേട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വേണം. അവർ സത്യസന്ധമായ സാക്ഷ്യം പറയണം. ഞങ്ങൾ ഇക്കാര്യത്തിന് സാക്ഷികളാണ്, ദൃക്സാക്ഷികളാണെന്നാണ്. ദൃക്സാക്ഷികൾ അത് നല്ലതാണ്. നിയമം സുതാര്യമായിരിക്കണമെങ്കിൽ, നടപടികൾ സുതാര്യമായിരിക്കണമെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം നടപടികൾ എടുക്കുവാൻ. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കരുത്. പ്രത്യേകിച്ച് ഒരു മനുഷ്യന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകാനുള്ളതായിരിക്കുന്ന കേസാണ് ചെയ്തതെങ്കിൽ എന്തെയോ ശ്രദ്ധയോടുകൂടെ വേണം നാം ആ കേസ് കൈകാര്യം ചെയ്യാൻ. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയോ അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകൾ നാം വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞു, 2-3 സാക്ഷികൾ കൂടാതെ. എങ്ങനെയാണ് പറഞ്ഞത്? 2-3 സാക്ഷികൾ കൂടാതെ. 2 പേര് മാത്രം പോരാ, 3 പേരുള്ളതാണ് നല്ലത്. എന്നാൽ 3 പേരില്ലാത്തത് 2 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അവർ വ്യക്തമായ സാക്ഷികളായി തീരുവാനുള്ള യോഗ്യതയും കൃതാർത്ഥതയൊക്കെ ഉള്ള ആളുകളായിരിക്കണം അവരെന്നുള്ളത് പറയട്ടെ. സാക്ഷികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന കാര്യം അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അവർ വിശ്വസ്തരായിരിക്കണം. സാക്ഷി പറയുന്ന ആളുകൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുക, നേരത്തെ ആലോചിച്ച് കരുതിയൊക്കെ വന്ന് എന്താ നമുക്ക് പറയേണ്ടതെന്നൊക്കെ ചിന്തിച്ച് 2 പേര് സാക്ഷ്യം പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കും സാക്ഷ്യം. പക്ഷേ പറയപ്പെടുന്നതായിരിക്കും സാക്ഷ്യം സത്യസന്ധമാകണമെന്നില്ല. കാരണം അവർ കരുതിക്കൂട്ടി പറയുന്നതാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ വിചാരണ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിചാരണയാണ്. പക്ഷെ അവിടെ പോലും ആ വിചാരണ വേളയിൽ കള്ളസാക്ഷികളെ കൊണ്ടുവന്നു എന്നാണ് നാം വായിക്കുന്നത്. കള്ളസാക്ഷികൾ, അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല എന്നൊരു പ്രസ്താവന അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ കേട്ടത്, എവിടെ വെച്ചാണ് കേട്ടത്, കേട്ട പ്രസ്താവന പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ പ്രസ്താവനയാണ് പറയുന്നത്. പറഞ്ഞ സ്ഥലം എവിടെ നിന്നാണ്? ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. അങ്ങനെ ശരിയാകുന്നത്? സത്യസാക്ഷികളാണെങ്കിൽ കർത്താവ് പറഞ്ഞ പ്രസ്താവന ഒന്ന് തന്നെയായിരിക്കും, കേട്ടവരെല്ലാവരും ഒരേ കാര്യം തന്നെയായിരിക്കും പറയുന്നത്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന സ്ഥലവും ഒരേ സ്ഥലമായിരിക്കും. അപ്പോൾ സാക്ഷികൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരല്ലാത്ത സാക്ഷികളാണെങ്കിൽ കള്ളസാക്ഷികൾ മുഖാന്തരം പല കാര്യങ്ങളും ലോകത്തിൽ നടപ്പാക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു സംഭവകഥയാണ്. നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് ആഹാബ് രാജാവ് ആഗ്രഹിച്ച് അത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനവർ ചെയ്തതായിരിക്കുന്ന കാര്യം എന്താണ്? ഒരു ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധമാക്കി അവിടെ 2-3 ആളുകളെ കൊണ്ടിരുത്തി, എന്നിട്ട് അവരെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിച്ചു. നാബോത്ത് ദൈവത്തിനെതിരെയും രാജാവിനെതിരെയും ദൂഷണം പറയുന്നത് കേട്ടു എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യമാണ് അവർ പറഞ്ഞത്, കള്ളസാക്ഷികൾ. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. പക്ഷെ ദൈവം അത് അംഗീകരിച്ചില്ല. ദൈവം അംഗീകരിച്ചില്ല. ദൈവം പറഞ്ഞു, ആഹാബേ, നീ ഇസബേലും അത് ചെയ്തെങ്കിൽ നിങ്ങളുടെ രക്തം നാബോത്തിൻ്റെ രക്തം വീണ സ്ഥലത്ത് തന്നെ വീഴും. നാബോത്ത് രക്തം നക്കിയതായിരിക്കുന്ന നായ്ക്കൾ നിങ്ങളെ രക്തം നക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിന് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല കള്ളസാക്ഷികൾ എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വിചാരണ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിചാരണയാണ്. അവിടെ എന്താ? കള്ളസാക്ഷികളാണ്. പക്ഷേ സാക്ഷ്യം ഒത്തുവന്നില്ല. ഒടുവിലെ മനുഷ്യൻ്റെ നിർബന്ധത്തിന് ന്യായത്തിന് വഴങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. പീലാത്തോസ് ചോദിച്ചു, യേശു എന്ന് പറഞ്ഞാൽ ഈ ആളിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ക്രൂശിക്കുക. അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കുറ്റം പറയാനില്ല. പക്ഷേ അവനെ ക്രൂശിച്ച് വെക്കുമെന്ന് പറഞ്ഞു. അവസാനം കള്ളസാക്ഷികളുടെ അടിസ്ഥാനത്തിൽ, വാസ്തവത്തിൽ സാക്ഷികൾ തന്നെ കൂടാതെ, പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകളയാണ് ചെയ്തത്. നാബോത്തിനെ കള്ളസാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഭൂമിയിലെ വിസ്താരത്തിൽ കള്ളസാക്ഷികൾ വിജയിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരിക്കലും കള്ളസാക്ഷികൾ സ്ഥാനമില്ല. അവരൊരിക്കലും വിജയിക്കില്ലെന്ന് മാത്രമല്ല, കർത്താവ് സാക്ഷികളെ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന കോടതി വിധിക്കുന്ന പോലല്ല. കോടതിയിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ അവർ സാക്ഷികൾ പറഞ്ഞു കഴിയുമ്പോൾ യോജിക്കാത്തതാണെങ്കിൽ അതിനെ ഡിസ്മിസ് ചെയ്യാം. എന്നാൽ കർത്താവിൻ്റെ കോടതിയിൽ സാക്ഷികൾ പറയുമ്പോൾ അത്
തമ്മിൽ യോജിക്കാത്ത സാക്ഷ്യമായിരിക്കില്ല. അതിനുള്ള ധൈര്യം ആർക്കുമില്ല കള്ളസാക്ഷ്യം പറയാൻ. ഇനി ആരെങ്കിലും കള്ളസാക്ഷ്യം പറയാമെന്ന് വെച്ചാൽ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? ആകാശത്തെയും ഭൂമിയെയും സാക്ഷികളായി വിളിക്കുമെന്നാണ്. ആകാശത്തെയും ഭൂമിയെയും, ഈ കൃത്യം എവിടെ വെച്ചാണോ നടന്നത് അത് കണ്ടതായിരിക്കുന്ന ആകാശവും അത് കണ്ടതായിരിക്കുന്ന ഭൂമിയും വന്ന് സാക്ഷ്യം പറയും. ആകാശം, ഭൂമി വായി തുറന്ന് കോരഹിനെയും പുത്രന്മാരെയൊക്കെ അവരെ വിഴുങ്ങിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഭൂമി അങ്ങനെയൊക്കെ ചെയ്യും. കർത്താവ് ഭൂമിയെ വരിക സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നതായിരിക്കുന്ന ദൃശ്യമായിട്ടത് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോ നന്നായിട്ട് അങ്ങ് കാണിക്കും. ഇവിടെ വെച്ച് കണ്ട സ്ഥലവും ചെയ്ത സ്ഥലവും എല്ലാം നമുക്കത് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അന്തിമ ന്യായവിധി നടത്തുന്ന കർത്താവാണ്. അവിടെയും വേണ്ടി വരുമ്പോൾ സാക്ഷികളെ വിളിക്കും. അവിടെയും പറഞ്ഞിരിക്കുന്ന ആകാശത്തെയും ഭൂമിയെയും സാക്ഷികളായി വിളിക്കുമെന്നാണ്. അവ ഒരിക്കലും തെറ്റുന്ന സാക്ഷികളല്ല. എല്ലാ സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളാണ് ആകാശവും ഭൂമിയും. ആകാശവും ഭൂമിയും കാണാത്തതായിരിക്കുന്ന ഒരു കാര്യവും ലോകത്തില്ല. കാരണം ഈ ആകാശത്തിനും ഭൂമിയിലുമാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. നമ്മൾ കെട്ടിടങ്ങൾക്കകത്തൊക്കെ ആയിരിക്കും, പക്ഷേ ആകാശത്തിനും ഭൂമിക്കും അതൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നിഷേധിക്കുവാൻ കഴിയാതെ വണ്ണം ആ സാക്ഷ്യം സത്യസന്ധമായിരിക്കും. സത്യസന്ധമായ വിധി കൽപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിയുവാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതാണ്. സത്യസന്ധമായി ജീവിക്കുക, സത്യം പറയുക, സത്യമേ പറയൂ. ചോദിക്കുന്ന കോടതിയിൽ അങ്ങനെയാണല്ലോ. സ്പീക്ക് ദ ട്രൂത്ത്, ദ ഹോൾ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. സത്യം പറയും, സത്യം മുഴുവൻ പറയും, സത്യമല്ലാതൊന്നും പറയുകയില്ല. അങ്ങനെ വേണം സാക്ഷികൾ. ദൈവത്തിൻ്റെ സാക്ഷികളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ കർത്താവിൻ്റെ വിസ്താര സമയത്ത് അവന് സാക്ഷികൾ കിട്ടിയില്ല. പക്ഷേ ദൈവം ഒടുവിൽ സാക്ഷികളെ കൊണ്ട് സത്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു മാറണമെങ്കിൽ അവൻ സത്യസന്ധമായി ജീവിക്കണം. ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായ സത്യം പകയും പിണക്കവും കൂടാതെ ഞാൻ ദൈവസന്നിധി പ്രസ്താവിക്കും എന്ന് പറയുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ ഭയപ്പെടുവാനായിട്ട് കാരണമില്ല. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി അന്ത്യന്യായവിധി രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. അതാണ് ചെയ്യേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക. വരുവാനുള്ള ന്യായവിധി വിട്ടുപോയി, ന്യായവിധി ഒഴിഞ്ഞുപോയി. ദൈവം വിധിക്കുന്ന വിധി, അവിടെ മാനുഷികമായ സാക്ഷികൾക്കൊന്നും ആവശ്യമില്ല. അവിടെ ദൈവികമായ സാക്ഷികൾ തന്നെ ഉണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിയുവാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അതാണ് ഒഴിയുവാൻ ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് പറയാം, ദൈവം അയച്ചതായിരിക്കുന്ന പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എഴുതുന്നതായിരിക്കുന്ന വചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് സാക്ഷ്യം വഹിക്കാം. നാം നമ്മുടെ കണ്ടുകൊണ്ട് കണ്ടതും നമ്മുടെ ചെവി കൊണ്ട് കേട്ടതും നമ്മുടെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതും നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന പ്രവൃത്തികളും ദൈവത്തിൻ്റെ സത്യങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന പ്രവൃത്തികളായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.